പ്രൈസ് ലോർഡ്. സങ്കീർത്തനം 55:22 നമുക്ക് കാണാം, നിൻ്റെ ഭാരം എൻ്റെ മേൽ ഇട്ടു കൊള്ളുക, ഞാൻ നിന്നെ പുലർത്താം എന്ന് പറയുന്ന ഒരു ദൈവത്തെ നമുക്കവിടെ കാണാൻ പറ്റും അല്ലേ. അതുപോലെ 1 പത്രോസ് 5:7 നമുക്ക് കാണാം, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക. അപ്പോൾ നമ്മുടെ ഭാരം ചുമക്കുന്ന ഒരു ദൈവം അല്ലേ, അതുപോലെ നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം, നമ്മുടെ എല്ലാ ചിന്താകുലകളും അവൻ്റെ മേൽ ഇട്ടു കൊള്ളുക എന്ന് പറയുന്ന ഒരു ദൈവത്തെ നമുക്ക് ഈ 2 വാക്യങ്ങളിലായിട്ട് പരിചയപ്പെടാനായിട്ട് പറ്റും അല്ലേ. അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഈ ലോകത്ത് ആരും നമ്മുടെ ഭാരം ഞാൻ ചുമന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട് ആരും വരത്തില്ല അല്ലേ. എല്ലാവരും അവരുടെ തന്നെ ഭാരങ്ങൾ എങ്ങനെ ചുമക്കുമെന്ന് ഓർത്ത് വിഷമിച്ച് നടക്കുന്നവരാണ്. പക്ഷേ നിൻ്റെ ഭാരം കൂടെ ഞാൻ ചുമന്നോളാം എന്ന് പറയുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ. അപ്പോൾ ദൈവം നമ്മളെ എത്രത്തോളം സ്നേഹിക്കുന്നത്, എത്രത്തോളം കരുതുന്നതെന്ന് ഈ ഓരോ വാക്യങ്ങളിൽ നിന്ന് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മളൊന്ന് തിരിഞ്ഞ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാമല്ലേ, ഈ പല സന്ദർഭങ്ങളിൽ നമ്മൾ ചിലപ്പം മറ്റുള്ളവർ നമ്മളെ മാറ്റി നിർത്തിയിട്ടുള്ള പല സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നമ്മൾ വിഷമങ്ങൾ തോന്നുന്ന സമയങ്ങളിൽ നമ്മൾ ആ ദൈവത്തിൻ്റെ സന്നിധിയിലേട്ടൊന്ന് പോയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ദൈവത്തെ ഒന്ന് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ, ദൈവത്തോടൊന്ന് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ എല്ലാ വിഷമങ്ങളും ഉരുകിപ്പോകുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നതായിട്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങളോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അനുഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ ഇന്ന് എൻകറേജ് ചെയ്യാനുള്ളത്, നമ്മുടെ ലൈഫിൽ ചിലപ്പോൾ പല സാഹചര്യങ്ങളിൽ നമ്മൾ ഒറ്റപ്പെടാനായിട്ട് ദൈവം ചിലപ്പോൾ അലൗ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിന് നമ്മളെ കൂടുതലായിട്ട് വേണം അല്ലേ. അപ്പോൾ ചിലപ്പോൾ ആ ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ വന്നില്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാൻ സാധ്യതയില്ല. നമ്മൾ പല കാര്യങ്ങളെ എൻഗേജ്ഡ് ആയിട്ട് ചിലപ്പം പോകാനായിട്ട് സാധ്യതയുണ്ടല്ലേ. പക്ഷേ ദൈവത്തിന് നമ്മളെ വേണം, ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളൊന്ന് ഇരിക്കണം, ദൈവമായിട്ട് കൂടുതലൊന്ന് അടുക്കണം. ചിലപ്പോൾ അതിനു വേണ്ടിയായിരിക്കും അതുപോലുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ തളരാതെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളെ ദൈവം കൂടുതലായി ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാനായിട്ട് ഉള്ളൊരു ഭാഗ്യം അത് നമുക്ക് അനുഭവിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഈ ലോകത്ത് മറ്റൊന്നുമല്ല, ഇതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്നുള്ള കാര്യം നമുക്ക് റിയലൈസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ഇന്നലെകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. ഇന്നലെകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. നിൻ സ്വന്തമാക്കുവാൻ മാർവോടു ചേർക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നു. നിൻ സ്വന്തമാക്കുവാൻ മാർവോടു ചേർക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നു. ദൈവസ്നേഹം എത്ര സുന്ദരം, ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം. എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം. ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം. എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം. ഇത്ര നല്ല ദൈവത്തെ
ചെയ്തു നന്ദി ചൊല്ലിടും എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിൻ്റെ മുൻപിൽ കാഴ്ചയേകിടാം. അപ്പോൾ നമ്മുടെ ഒന്നുമില്ലായ്മയിലും നമ്മളെ ചേർത്ത് നിർത്തുന്ന ഒരു ദൈവം, ആ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാൻ. അപ്പോൾ ഇത്ര നല്ല ദൈവത്തോട് നമ്മൾ എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല അല്ലേ? അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ദൈവത്തോട് നന്ദിയുള്ളവരായിട്ട് ജീവിക്കുവാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ആമേൻ.